മുൻ MLA പത്മകുമാർ, അദ്ദേഹം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ്. അദ്ദേഹം പാർട്ടിക്കെതിരെ വലിയ പൊട്ടിത്തെറി നടത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കുമോ? അതിനുള്ള സാധ്യതയുണ്ടോ? പുറത്താക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അങ്ങ് പുറത്താക്കത്തില്ല. അത് CPM-ൽ നിന്ന് ഒരാളെ പുറത്താക്കണമെങ്കിൽ അതിൻ്റെതായ നടപടിക്രമങ്ങളും കാര്യങ്ങളും. വരുന്ന വാർത്തകൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത് BJP-യും കോൺഗ്രസും ഒക്കെ വാതിലുകൾ മലർക്ക തുറന്നിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതൊക്കെ ഉണ്ടാവും. എന്തായാലും കോൺഗ്രസ്സുകാർക്ക് അവർക്കൊക്കെ മോഹിച്ചങ്ങനെ നിൽക്കാമെന്നുള്ളതാണ്. ഇത് ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഈ വളരെ 25-ാമത്തെ വയസ്സിൽ ഏരിയ സെക്രട്ടറി ആയ ആളാണ്. 30-ാമത്തെ വയസ്സിൽ MLA. പിന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം 2016-ൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയി വരുമ്പോൾ ആ കാലയളവിൽ 2016-ൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു. അതിനുശേഷം പ്രയാറിൻ്റെ കാലാവധിയൊക്കെ കുറച്ചിട്ടാണ് 2 വർഷമാക്കി ബോർഡ് പ്രസിഡന്റിൻ്റെ കാലാവധി. അത് കഴിഞ്ഞിട്ട് പിന്നീട് പത്മകുമാർ വരുന്നു. ഇപ്പോൾ വീണ്ടും ബോർഡിൻ്റെ കാലാവധി, പ്രസിഡന്റിൻ്റെ കാലാവധി 3 വർഷമാക്കാൻ നീക്കം നടക്കുന്നുണ്ട്. അന്ന് 2 ആക്കിയത് പ്രയാറിനെ തെറിപ്പിക്കാൻ വേണ്ടിയാണ്. പ്രയാർ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കയറിയതാണ്, കോൺഗ്രസ്സുകാരനാണല്ലോ. പ്രത്യേകിച്ച് പ്രയാർ പിണറായിക്ക് അവിടെ വളരെ ശക്തിയായിട്ട് സംസാരിച്ചു. ഒരിക്കൽ ശബരിമല അവലോകന യോഗത്തിന് പമ്പയിൽ ചെന്നപ്പോൾ പറഞ്ഞു, നമുക്ക് എല്ലാ ദിവസവും ശബരിമല നട തുറന്നാൽ എന്തെന്ന്. ഉടനെ വളരെ ഇതായിട്ട് എഴുന്നേറ്റ് നിന്ന് കാര്യങ്ങൾ സഹിതം പറഞ്ഞു, അത് നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. അത് പിണറായി പറഞ്ഞത് പണം വാരാമെന്നാണ്. പിണറായിയെ ടോക്കൺ വെച്ച് ദർശനത്തിന് ഫീസ് ഏർപ്പെടുത്തി ശബരിമലയിൽ പണം വാരാമെന്നാണ് പറഞ്ഞത് പിണറായി. അത് പിണറായി അതെ, വളരെ രൂക്ഷമായിട്ട് അതിന് മറുപടി. അതിനുശേഷമാണ് ഈ 2 വർഷമാക്കിയത്. അപ്പം ബോർഡ് പ്രസിഡന്റായിട്ട് പത്മകുമാർ ഇരിക്കുന്ന സമയത്താണ് ശബരിമല യുവതീ പ്രവേശം. പത്മകുമാർ അയ്യപ്പ ഭക്തനാണ്, ശബരിമലയായിട്ട് ബന്ധമൊക്കെ ഉള്ളതാണ്. പക്ഷേ പിന്നെ ഒടുവിൽ പിണറായിക്ക് വഴങ്ങി കൊടുക്കേണ്ടി വന്നു. ശബരിമലയിലെ ഗേറ്റ് വഴി, ഇപ്പുറത്തെ സ്റ്റാഫ് ഗേറ്റ് വഴി 2 യുവതികളെ അവിടെ പ്രവേശിപ്പിച്ചില്ലേ. അതിന് വേണ്ട തരത്തിലുള്ള ഒത്താശ ചെയ്തതിൻ്റെ പിന്നിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉണ്ടാകും. തീർച്ചയായും ആ പ്രസിഡന്റ് അറിയാതെ ഒരു കാര്യം അവിടെ നടക്കത്തില്ലല്ലോ. അപ്പോൾ ഇതെന്തിനു വേണ്ടി ചെയ്തതെന്ന് ചോദിച്ചാൽ, പിണറായിയുടെ ഒരു പ്രീതി കിട്ടിക്കൊണ്ട് പാർട്ടിയിൽ ഇനിയും വലിയ ഉയർച്ചയൊക്കെ ഉണ്ടാകും എന്ന് കണക്ക് കൂട്ടിയിരുന്നിരിക്കാം പത്മകുമാർ. അന്ന് അയ്യപ്പൻ്റെ മേൽ തൊട്ട് കളിച്ചവർക്കൊക്കെ ഇങ്ങനെ ശിക്ഷ കിട്ടി. M. സ്വരാജ് എന്തൊക്കെയായിരുന്നു മാളികപ്പുറത്തമ്മയെക്കുറിച്ചൊക്കെ പറഞ്ഞത്. അത്രത്തോളം വളരെ മോശമായിട്ടുള്ള അധിക്ഷേപമാണ് സ്വരാജ് നടത്തിയത്. 2021-ൽ പരാജയപ്പെട്ടു തൃപ്പൂണിത്തുറയിൽ നിന്ന്. K. ബാബുവിനോട് തോറ്റു എന്നുള്ളതാണ്. K. ബാബുവാണ് ഇപ്പോഴത്തെ അവിടുത്തെ MLA. അതുപോലെ തോമസ് ഐസക്കിനും കിട്ടി. ഐസക്കും ഇതുപോലെ എന്ത് ചെയ്തു, വിമർശിച്ചു ഒരുപാട്. ഐസക്കിനെ മാറ്റി നിർത്തി, സുധാകരനെയും മാറ്റി നിർത്തി. അപ്പോൾ ഇതൊക്കെ അയ്യപ്പ വിശ്വാസികൾ കാണുന്നത് ഇവർക്ക് കിട്ടിയ അയ്യപ്പൻ കൊടുത്ത ഒരു ശിക്ഷയായിട്ടാണ് കാണുന്നത്. പക്ഷേ എന്തായാലും പത്മകുമാർ പറയുന്നുണ്ട്, ഗോവിന്ദനോട് ചോദിക്കൂ, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള രാജു അബ്രഹാമിനോട് ചോദിക്കൂ വിവരം എന്നാണ് പറയുന്നുള്ളൂ. അല്ല, പത്മകുമാർ അങ്ങോട്ട് വിശദീകരിക്കുന്നില്ല. അന്നേ ദിവസം, അതായത് കഴിഞ്ഞ ദിവസം പാർട്ടി സമ്മേളനം സമാപിക്കുന്ന ദിവസം ഉച്ചഭക്ഷണത്തിന് നിൽക്കാതെ പത്മകുമാർ കൊല്ലത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് ബസ് കയറിപ്പോയി. അദ്ദേഹം ശരിക്കും ബഹിഷ്കരിച്ചു എന്ന് പറയാം. ഉച്ചയൂണിന് പോലും നിൽക്കാതെ അദ്ദേഹം പോകുന്ന വഴിയിൽ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് വിട്ടു. ഇവിടെ വലിയ പ്രകടനം, ശക്തി പ്രകടനം ഒക്കെ നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവഹേളനം, ലാൽ സലാം എന്നുള്ളതാണ്. 52 വർഷത്തെ സേവനം, അതിൽ നിന്ന് ലാൽ സലാം എന്നാണ്. എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് ഇറങ്ങുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇദ്ദേഹത്തെ അനുനയിപ്പിക്കാനായിട്ട് രാജു അബ്രഹാം പത്മകുമാറിൻ്റെ വസതിയിൽ എത്തുകയൊക്കെ ചെയ്തു. ഈ പത്മകുമാർ കോന്നി ഇപ്പോഴും CPM-ൻ്റെ കയ്യിൽ തന്നെയാണ് ഭരണം നിൽക്കുന്നത്. അതായത് ഇടയ്ക്ക് അടൂർ പ്രകാശ് വന്നു എന്നുള്ളതാണ്. അടൂർ പ്രകാശിനെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി. കോന്നി MLA ആയിരുന്നു മുമ്പ് പത്മകുമാർ. ആറന്മുളയിൽ അല്ല, കോന്നിയല്ലേ?
ആറന്മുളയിലാണ് അദ്ദേഹം MLA ആയിരുന്നെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും അദ്ദേഹം പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള MLA ആയിരുന്നു. അതെ. ഒരു തവണ മാത്രമേ ആറന്മുള വിമാനത്താവള സമരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പത്മകുമാർ വലിയ രീതിയിൽ അന്ന് അവസാനം ഈ വിമാനത്താവളത്തിനെതിരെ CPM രംഗത്ത് വന്നല്ലോ. ഒരു തവണ ആയിരുന്നു അദ്ദേഹം MLA ആയിരുന്നു. പക്ഷേ പിന്നെ വേണ്ട തരത്തിലുള്ള പ്രവർത്തനമൊക്കെ അദ്ദേഹം നടത്തുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ്. പാർട്ടിയിലൊരു നല്ല അംഗീകാരവും പത്തനംതിട്ട ജില്ലയിലെ പ്രമുഖനായ ഒരു CPM നേതാവ് കൂടിയായിരുന്നു. അപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായി പത്തനംതിട്ടയിലും ഒക്കെ അത് കത്തിക്കയറുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പോസ്റ്റ് അങ്ങ് പിൻവലിച്ചത്. പക്ഷേ പോസ്റ്റ് എത്തേണ്ടവരുടെ അടുക്കലേക്ക് എത്തുകയും ചർച്ചയാവുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ പേരിൽ ഇനിയും പത്തനംതിട്ടയിലും പാർട്ടിയിലും പൊട്ടിത്തെറി ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇത്ര 52 വർഷത്തെ സേവനം, അപ്പോൾ പുതിയ ആൾക്കാർക്ക് വഴിമാറി കൊടുക്കണം. അത് അദ്ദേഹം പറയുന്നുണ്ട്. പുതിയ ആൾക്കാർക്ക് വഴിമാറി കൊടുക്കണം. അതിനൊക്കെ പിന്നെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുവരാമായിരുന്നു, അല്ലേ? അവിടേക്ക് കൊണ്ടുവരാതെ ഈ മറ്റ് ചെറുപ്പക്കാർക്കൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പാർട്ടിക്ക് പിണറായി വിജയൻ കണ്ടുവച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ളവരെയൊക്കെ മാറ്റി നിർത്തി. ഇപ്പോൾ ബ്രിട്ടാസിന് വേറെ എന്തെല്ലാം പദവിയുണ്ട്? MP ആണ്, കൈരളി ടിവിയുടെ MD ആണ്. ഇത് പോരാഞ്ഞിട്ടാണ് പിന്നെയും പദവി കൊടുത്തിരിക്കുന്നത്. അതാണ് ഈ ഇത്തരത്തിൽ ഒന്നിലധികം പദവി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പിന്നെ ഇതൊക്കെയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടതായ കാര്യങ്ങൾ. അപ്പോൾ അതുപോലെ റഹീം MP അല്ലേ? അതെ, രാജ്യസഭ MP ആണ്. ഈ റഹീമും ചിന്താ ജെറോമിനെ പോലുള്ളവരെയൊക്കെയാണോ പാർട്ടിയുടെ തലപ്പത്തിലേക്ക് കൊണ്ടുവരേണ്ടത്? വേറെ എത്രയോ കഴിവുള്ളവരുണ്ട്. പുതിയ നിരയെ കൊണ്ടുവരണം. അതാണ് പത്മകുമാർ പറയുന്നതാണ്. പുതിയ നിര വേണം, പക്ഷേ പരിചയസമ്പന്നരായിട്ടുള്ളവർ കൂടി വേണം. ഇപ്പൊ സുധാകരൻ പറഞ്ഞില്ലേ, പ്രായമല്ല പിന്നെ പ്രധാനം, ശേഷിയാണ്. ആ ശേഷി എങ്ങനെ കിട്ടുന്നു? പരിചയസമ്പന്നതയിൽ നിന്ന് കിട്ടുന്ന ഒന്നാണ്. പക്ഷേ എന്തായാലും പത്മകുമാറിൻ്റെ ഈ പൊട്ടിത്തെറി എന്ന് പറയുന്നത് ഇത് പത്മകുമാറിൽ മാത്രമായിട്ട് നിൽക്കത്തില്ല, മറ്റ് പലരിലേക്കും അത് വരികയാണ്. P. ജയരാജനും പൊട്ടിത്തെറി ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പത്മകുമാറിന് അറിയാം ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത്. അതുകൊണ്ട് ഉടൻ തന്നെ അദ്ദേഹം ആ പ്രകടനം അങ്ങോട്ട് പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. അവഹേളനവും ചതിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് ഇനിയും ഉണ്ടാകാൻ പോകുന്ന ജയരാജനിൽ നിന്നൊക്കെയാണ്. ഈ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പൊതുവെ ഒരല്പം ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. ഒരു കാര്യം ആലോചിക്കണം, പത്തനംതിട്ടയിൽ CPMന് വലിയ സ്വാധീനമൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്താണ് പത്മകുമാർ MLA ആയിട്ട് വരുന്നത്. അപ്പോൾ അവരൊക്കെ ആദ്യകാലങ്ങളിൽ അത്രത്തോളം പ്രവർത്തിച്ചവർ കൂടിയാണ്. അങ്ങനെയുള്ളവർക്കാണ് ഇപ്പോൾ തിരിച്ചടി കൊടുത്തിരിക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ പിണറായി വിജയൻ ഇത് കണക്ക് കൂട്ടി വെച്ച് തിരികെ കൊടുത്തിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ ഇത് 2026 പാർട്ടി ജയിച്ച് അധികാരത്തിൽ വന്നാലും ഇല്ലെങ്കിലും CPMൽ വലിയ കലഹം ഉണ്ടാകും, ഉറപ്പാണ്. ജയിച്ചു വന്നു കഴിഞ്ഞാൽ അധികാരത്തിന് വേണ്ടിയുള്ളൊരു കലഹമായിരിക്കും പാർട്ടിയിൽ സംഭവിക്കാൻ പോകുന്നത്. കാരണം പിണറായി വിജയൻ ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങളൊക്കെ വളരെ തന്ത്രപൂർവമായിരിക്കും. നമ്മളെ പിന്നെ മരുമകനെ വാഴിക്കണം, അതിനു വേണ്ടിയുള്ള നീക്കങ്ങളായിരിക്കും നടത്തുക. അത്തരത്തിലായിരിക്കും. അതുകൊണ്ടാണല്ലോ 2021 തെരഞ്ഞെടുപ്പിൽ മുതിർന്നവരെയൊക്കെ തന്നെ മാറ്റി നിർത്തിയത്. അതുപോലെ ഈ 26 അങ്ങനെയൊക്കെ ഉണ്ടാകും, നീക്കം ഉണ്ടാകും. ആ സമാനമായ നീക്കം ഒന്നുകിൽ പാർട്ടിയിൽ പൊട്ടിത്തെറി ജയിച്ചാലും തോറ്റാലും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഉത്തരവാദിത്വം പിണറായി വിജയൻ വരും. ജയിച്ചാൽ ഈ പറയുന്നത് പോലെ ആ മാറ്റി നിർത്തപ്പെടുന്ന ഒരു വിഭാഗത്തിന്റെ രോഷം, അവരുടെ എതിർപ്പ്, അവരുടെ പ്രതിഷേധം, അതും നേരിടേണ്ടി വരും. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.